ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയിലത്തെ വിശേഷം. ഇന്നും ഈ പറഞ്ഞ പോലെ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നാളെ ശനി ഞായറും നല്ല ബഹളത്തിൻ്റെ ദിവസങ്ങളാണ്. പക്ഷേ മുമ്പത്തെ പോലെ അങ്ങനെ ബഹളവും കാര്യങ്ങളൊന്നുമില്ല. അവർക്ക് കുറച്ചും കൂടെയൊക്കെ വകതിരിവൊക്കെ ആയി തുടങ്ങി കേട്ടോ. മൂന്നാളും കൂടിയൊക്കെ കളിച്ചു തുടങ്ങി. പക്ഷേ വയ്യ, അതാണ് പ്രശ്നം. ഇപ്പോൾ കാലാവസ്ഥ മൊത്തം എന്താ പറയുക, എല്ലായിടത്തും ഇങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. പനി, ചുമ, ഛർദി ഒക്കെ ആയിട്ട് കുട്ടികൾക്ക്. അങ്ങനെ നോക്കുമ്പോൾ എന്താ പറയുക, നമ്മുടെ കുട്ടികളെ തമ്പുരാൻ രക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രാവിലെ എണീറ്റ് നമ്മുടെ ചാക്കോച്ചി അവിടെ ഇരുന്നിട്ട് അപ്പയുടെയും അപ്പാപ്പൻ്റെയും കൂടി ഇരുന്നിട്ട് കാപ്പ് കുടിക്കണം, ആളൊപ്പം ഇരുന്നിട്ട് കഴിക്കണം കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രിയിൽ ഈ പറഞ്ഞ പോലെ എന്തോ വയ്യ എന്ന് പറഞ്ഞു അവന്. പുലർച്ചെ ഇപ്പോൾ നല്ല പനി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് എന്തായാലും ഒന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുവരാം എന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ പിള്ളേർസിന്, അതായത് തോമൂനും ചാക്കോച്ചനും പാച്ചുവിനും ഇന്ന് വിഷു ആഘോഷമാണ് കേട്ടോ. അവരുടെ പ്ലേ സ്കൂളിൽ വിഷു ആഘോഷമാണ്. ഇനി 3 ദിവസം ക്ലാസ്സില്ല. ശനി, ഞായർ, തിങ്കൾ ഇല്ല. ഡേ കെയർ ഉണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മൾ ഡേ കെയറിലേക്ക് അവരെ വിടണില്ല കേട്ടോ. സമ്മർ വെക്കേഷൻ മാത്രം, സമ്മർ ക്യാമ്പിന് മാത്രം വിടണേ. അങ്ങനെ ഞാൻ രാവിലെ കിച്ചണിലേക്ക് വന്നു. അപ്പോൾ ഇന്ന് ദോശയായിരുന്നു. അപ്പോൾ ഇന്നലെ ഇഡ്ഡലി ആയിരുന്നു. ഇന്നലെ നിങ്ങൾ ദോശമാവ് അടിക്കണ കണ്ടല്ലോ. അപ്പോൾ ഇഡ്ഡലിയാണ് ഇന്നേക്ക് ഉണ്ടായിരുന്നത്. എനിക്ക് സ്വതവേ ഇവിടെ ഉണ്ടാക്കുന്ന ഇഡ്ഡലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല സോഫ്റ്റാണ്. പിന്നെ ഇത് കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള സ്നാക്സ് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇഡ്ഡലിക്ക് സാമ്പാറും നല്ല ചമ്മന്തി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ ചമ്മന്തിയുടെ കുറച്ച് മാത്രം മതി ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ പറയാറില്ലേ, എൻ്റെ ഇവിടുത്തെ ഇഡ്ഡലി, ഡിവൈൻ ഉണ്ടാക്കുന്ന ഇഡ്ഡലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉഴുന്നിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവർ വരും കേട്ടോ, എനിക്കിഷ്ടമാണ്. അപ്പോൾ അങ്ങനെ തോമുൻ്റെ സ്നാക്ക് ബോക്സും വാട്ടർ ബോട്ടിലൊക്കെ റെഡിയായി. പാച്ചുവിൻ്റെ എനിക്ക് തോന്നുന്നു ഓൾറെഡി ബാഗിലാക്കിയും തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ അതെല്ലാം കഴിഞ്ഞ് ഒരേ ഭാഗം ക്ലീനാക്കി വരുമ്പോഴേക്കും അവിടെ നിന്ന് വിളി വന്നു, ഇപ്പോൾ ഡ്രസ്സ് മാറി ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കുട്ടികളെ യാത്രയാക്കിയിട്ട് വരാമെന്ന് വിചാരിച്ച് ഞാനൊക്കെ അവിടെ ഇട്ട് ഇത് പാച്ചുവിൻ്റെ ഡ്രസ്സ് ഞാൻ മിനിഞ്ഞാന്ന് അങ്ങോട്ട് ഓൺലൈനിൽ വന്നപ്പോൾ ഞാൻ കാണിച്ചില്ലേ, ഇതാണ് ആ ഡ്രസ്സ്. കറക്റ്റ് സൈസായിരുന്നു. കൈ മാത്രം കുറച്ച് ഒരു നീളം കൂടുതലുണ്ട്. തോമുട്ടൻ ഇന്ന് പനിയൊക്കെ മാറി മുഴുവൻ അങ്ങോട്ട് ആയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. അവൻ മുണ്ടും ജുബിയും എടുത്തിട്ടാണ് മൂപ്പര് പോണത് കേട്ടോ. അപ്പോൾ ചാക്കോച്ചൻ റെഡി ആയിട്ടിരിക്കണം ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട്. അങ്ങനെ 3 ആളും എന്താ പറയുക, റെഡി മണി ഇട്ട് വരാമെന്ന് പറയില്ലേ, അങ്ങനെ ഇട്ട് വന്നു. അപ്പോൾ ഡിവൈനും ഡ്രസ്സ് മാറി. അപ്പോൾ ഡോണാണ് കൊണ്ടാക്കിയിട്ട് ആ വഴിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വേറെ കൂടുതൽ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും ഇനി വല്ല കൺജഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ടുപോകണത്. അപ്പോൾ കുട്ടികളെ ഇടയ്ക്ക് ഇപ്പം ശരിക്കും എനിക്ക് തോന്നുന്നു 6-7 മാസമായിട്ടുണ്ട് കൊണ്ടുപോയിട്ടും ഒരു ചെക്കപ്പും കഴിഞ്ഞിട്ട്. അപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ ഇത് ഇപ്പോൾ നിർത്തിക്കുട്ടി വരണ കാരണം എന്നാൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോകണതാട്ടോ. അങ്ങനെ അവരൊന്നിച്ച് പോയി കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ 3 പേരായി. അപ്പോൾ ഡിംപിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ 2-3 ട്രിപ്പായിട്ട് വാഷ് ചെയ്തു തുണികൾ. കണ്ടമാനം ഡ്രസ്സുകളുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം മുനമ്പത്തുനിന്ന് വരുമ്പോൾ കംപ്ലീറ്റ് ഇതുവരെ ഇട്ടിട്ടുണ്ടായിരുന്ന കുറേ ഡ്രസ്സുകളും കാര്യങ്ങളും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു സ്ഥലത്തേക്ക് കൊടുക്കുമ്പോൾ ഒരുമിച്ച് കൊടുത്താൽ അതുകൊണ്ടൊരു ഗുണമുണ്ട്. അപ്പോൾ എല്ലാതും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂസ് ചെയ്യാത്ത സാധനങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ രാവിലെ 9 മണിക്ക് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെയോടനുബന്ധിച്ച് കുറച്ച് ഓർഡേഴ്സും കാര്യങ്ങളും. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ വീഡിയോ ഇടുന്ന ഒപ്പം തന്നെ സ്റ്റാറ്റസ് ഇടും. അപ്പോൾ അത്യാവശ്യക്കാർ സ്റ്റാറ്റസിലാണ് എനിക്ക് കൂടുതൽ കോണ്ടാക്ട്സ് ഉള്ളത് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കണ്ട വഴിക്ക് ആരെങ്കിലുമൊക്കെ ആവശ്യക്കാർ അപ്പം തന്നെ എനിക്ക് മെസ്സേജ് ചെയ്യും. അങ്ങനെ എടുത്തതാണ് ഈ കസവുമാലയും ഈ താലിക്കൂട്ട് കേട്ടോ. താലിക്കൂട്ട് ഒരു ഹിന്ദി കുട്ടിക്ക് വേണ്ടിയിട്ടാണ് എടുത്തത്. അപ്പോൾ ആ കുട്ടി ഇതാണ് എടുത്തത്. പിന്നെ നമ്മുടെ കസവുമാല ചെറിയ പാറ്റേണാണ് എടുത്തത് കേട്ടോ. 2 ആളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇതിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ വലിച്ചു വരിയിട്ടുണ്ടായിരുന്നതാണ്. ഡാഡി എനിക്കൊക്കെ എടുത്ത് വെച്ചിരുന്നതാണ്. അങ്ങനെ നോക്കിയപ്പോൾ നല്ല ചൂടാട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ ചെറുതായിട്ട് മഴ പെയ്യണു. അപ്പോൾ ഞാൻ മഴ ഒക്കെ നോക്കി പിന്നെ വന്ന് ഡാഡിയൊക്കെ പോയില്ലോ, ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഞാൻ എൻ്റെ പണികൾക്കായിട്ട് കിടന്നു. കാരണം ഇനിയിപ്പോൾ എന്താ പറയുക, പാക്കിങ്ങും കാര്യങ്ങളും ഇന്നലത്തെയും മിനിയാന്നത്തെയും വേണ്ടാണ്ടായപ്പോൾ മടിയേറി. ശരിക്കും ഒരു ദിവസം വേണ്ടി വരാണ്ടെന്നാൽ പിന്നെ മടിയാണ് കേട്ടോ. അങ്ങനെ ഇവർ വേഗം മടങ്ങി വന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ നമ്മളുടെ അശ്വതിയുടെ ഹസ്ബൻഡിൻ്റെ പപ്പയുടെ ശവസംസ്കാര കർമ്മം ലൈവായിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഞാൻ കുറച്ച് നേരം അതിരുന്ന് കണ്ടു. അങ്ങനെ ഡിവൈൻ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാനത് നോക്കിയത് കേട്ടോ. അങ്ങനെ ഡിവൈനും അവർക്ക് ഫസ്റ്റ് നമ്പർ 1 ആണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം ഡോക്ടറെ കണ്ടിട്ട് വരാൻ പറ്റി. ദയയിൽ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഞാനപ്പോൾ വേഗം ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പൊട്ടിച്ചിടാൻ നിന്നു. കാരണം കുട്ടികൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ പാത്രങ്ങളിൽ ഇല്ലെങ്കിൽ ഭയങ്കര സങ്കടം. അപ്പോൾ ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഞാനാണ് കേട്ടോ. ഇപ്പോൾ ഇത് പൊട്ടിച്ചിടുക അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാലോ, ഞാനാണ് ചെയ്യുക. സ്റ്റോക്ക് എടുപ്പിൻ്റെ ആൾ ഞാനാണ്. അപ്പോൾ ഞാൻ ദേ കൊണ്ടുവന്ന ബിസ്ക്കറ്റുകളും കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് അതാത് ബോക്സുകളിലാക്കി ഓരോ സ്ഥലങ്ങളിലേക്ക് വെച്ചു. അപ്പോൾ ഇനി കുട്ടികൾക്ക് ചോദിക്കുമ്പോൾ ഇവർക്ക് എടുത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ആ സമയത്ത് എവിടെയാണ് എന്താണെന്ന് തപ്പാനും എടുക്കാനും നിൽക്കണം. അപ്പോൾ ഇത് ഒഴിയണതിനനുസരിച്ച് ഞാനത് നിറച്ച് വെച്ച് കൊടുക്കുകയാണ് പതിവ് കേട്ടോ. അപ്പോൾ ഇന്നലെ അല്ലല്ലോ 2 ദിവസം മുമ്പാണ് സാധനം വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മുടെ മടക്ക്, നമ്മുടെ ഐനാസിൻ്റെ വേറെ ഒരു പേരാണ് മടക്ക്. നല്ല കുഞ്ഞിതാണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാൻ ബേബി സണ്ണിയിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച വാങ്ങി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ്. അപ്പോൾ ഡിവൈൻ ഇപ്പോൾ ഇന്നാണ് എടുത്ത് കഴിച്ച് നോക്കിയത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അക്കിക്കും വേണം ഒരു പാക്കറ്റ്. അപ്പോൾ ഞാൻ 2 പാക്കറ്റ് ചേച്ചിക്ക് പോകുമ്പോൾ കൊടുത്തയക്കാം എന്നുള്ള രീതിയിൽ 2 പാക്കറ്റ്. അപ്പോൾ ഡാഡി അത് 3 പാക്കറ്റ് വാങ്ങിയിട്ട് വന്നു കേട്ടോ. ഡാഡി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ സാധനം കാണില്ല, മധുരമാണെന്നുള്ള ചിന്തയൊന്നുമില്ല. അപ്പം ഞാൻ മാക്സിമം അതൊന്നും വാങ്ങിക്കണ്ടെന്ന് പറയും. പക്ഷേ ആൾക്ക് എന്താ പറയുക നല്ലതെന്ന് കാണും. പിന്നെ ഭയങ്കര ടേസ്റ്റാട്ടോ, അത് വാങ്ങിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ ഇപ്പോൾ പോയിട്ട് 2 വായിലിട്ടിട്ടാണ് പറഞ്ഞത്, അത്രയും ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഞാൻ ഈ സെക്ഷൻ മൊത്തം ഒടുത്തിക്ക് കഴിയുമ്പോഴേക്ക് നമ്മുടെ കുട്ടന്മാരെത്തി കേട്ടോ. അപ്പോൾ തോമോന് ശരിക്കും പറഞ്ഞാൽ വയ്യ, എന്നാലും വിഷു ആഘോഷമല്ലേ, ഇങ്ങനെ ആഘോഷങ്ങൾക്കും ഇതിനൊക്കെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വിടാമല്ലോ. അപ്പോൾ കുട്ടികൾക്കും അതൊരു സന്തോഷമാണ്, അവർക്കും ഇന്നതാണെന്നുള്ളത് അറിയാനായിട്ട് ഉള്ളൊരു അവസരമല്ലേ. അപ്പോൾ ഇന്നലത്തെ നമ്മളുടെ മാമ്പഴ പുളിശ്ശേരിയും കറികളൊക്കെ അങ്ങനെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് കാണിച്ചു എന്ന് വെച്ചാൽ കുറച്ച്, അപ്പോൾ ഡാഡി എങ്ങനെയാണെന്ന് വെച്ചാൽ ചാറ് മാത്രം എടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ചാറാക്കിയിട്ട് ഇന്നലെ കട്ടായിട്ട് ഇരിക്കണ്ടായിരുന്നേ. ഇന്ന് ഞാനത് ചൂടാക്കുന്നതോടുകൂടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ചൂടാക്കിയത് കേട്ടോ. കാരണം ഡാഡിക്ക് ഇങ്ങനെ ചാറാണ് ഇഷ്ടം, അതിൻ്റെ കുറുകുറു എന്നുള്ള പീസാകുമ്പോൾ ഇഷ്ടമല്ല. പിന്നെ ഒഴിച്ച് കറിക്ക് ഇന്ന് പ്രത്യേകിച്ച് മോരും ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. അതിൻ്റെ കൂടെ കടലുപ്പേരി ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, ഉണ്ടാക്കിയ അച്ചാർ, ഡിവൈൻ ഉണ്ടാക്കിയ അച്ചാറുണ്ടായിരുന്നു. അതും കൂർക്കയും കൂടിയിട്ടാണ് ഡാഡി എടുത്തത്. അപ്പം ഞാൻ എന്ത് കാണിച്ചു എന്ന് വെച്ചാൽ കടലയുടെയും കൂർക്കയുടെയും പാത്രം ഒന്ന് വടിച്ച് കുറച്ച് ചോറെടുത്ത് അതാണ് കേട്ടോ അരിയത്തിരിക്കുന്നത്. ഇപ്പോഴും അത് പറയുമ്പോൾ എനിക്ക് വായിൽ വെള്ളം. കാരണം ചട്ടി വടിച്ച ചോറ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും വീക്ക്നെസ്സാണത്. അത് ചെറിയൊരു വലിയൊരുന്നൊന്നുമില്ല, അതിനൊരു പ്രത്യേക സ്വാദാണത്. അപ്പോൾ ഇത് ഒടിപ്പയർ, എനിക്കതുപോലെ ഇവിടെ വെക്കുന്ന ഒടിപ്പയർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇന്ന് എനിക്ക് തോന്നുന്നു ഡിംപിള വെച്ചതെന്ന് തോന്നുന്നുണ്ട്. പിന്നെ 2 ദിവസമായിട്ട് ചീര അപ്പിളിപ്പിളൊക്കെ കൂട്ടുന്നത് കാരണം എനിക്ക് മൊത്തത്തിൽ ഭയങ്കര ഒരു ആശ്വാസമുണ്ട്. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ പാക്കിങ്ങിന് വേണ്ടിയിട്ട് വീണ്ടും ഇരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 3 തവണയായിട്ടുണ്ടാവുമെന്ന്. അപ്പോൾ ഇത് നമ്മളുടെ പുതിയ ഒരു ജിമിക്ക് പാറ്റേൺ വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളൂ, അതൊന്നും സെറ്റാക്കിയിട്ടില്ല. അപ്പോൾ അതുപോലെ നമ്മളുടെ കയ്യിൽ നിന്ന് പുതിയ ഓർണമെൻറ്റ്സ് വാങ്ങിക്കുന്നവരോട് ശ്രദ്ധിക്ക് പറയാണ്. മറ്റേ പ്ലേറ്റ് ചെയ്ത വഴിക്കാണ് നമ്മൾ പെട്ടെന്ന് ഇന്ന് തന്നെ അയക്കാം എന്ന രീതിയിൽ അയക്കുമ്പോൾ ചില സമയത്ത് അതിങ്ങനെ ഒന്ന് സ്റ്റിഫ്നെസ് മാറ്റാനായിട്ട് സമയം കിട്ടില്ല. അപ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, അത് നേരെ എടുത്ത് നമ്മൾ കൈ കൊണ്ടൊന്ന് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അതൊന്ന് ലൂസായിക്കോളൂ കേട്ടോ, അല്ലാണ്ട് അതൊരു കംപ്ലൈൻ്റ് അല്ല. അങ്ങനെ നമ്മുടെ ഇതൊക്കെ ഇന്നത്തെ ഓർഡറാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ വേഗം കവറിലാക്കി ഞാൻ രാത്രിയിലത്തെ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ രാത്രി തന്നെ ആക്കി വെക്കും. ഇപ്പം എൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടായിരിക്കണേ. അല്ലാത്തതാണ് എനിക്ക് ആ പകൽ. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ എനിക്ക് ആ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് 2 മണിക്ക് അപ്ലോഡ് ചെയ്യാൻ വേണം. അപ്പോൾ അതൊരു പണി ഇത്തിരി കൂടുതലായിട്ടായിരിക്കണേ. എന്നാലും ദൈവം സഹായിച്ച് ഇന്ന് വരെ, അതായത് 11-ാം തീയതി വരെ എനിക്ക് ഒരു ദിവസം പോലും മുടങ്ങാണ്ട് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ രാവിലെയാണ് ഇപ്പോൾ എടുക്കുന്നത്, രാവിലെ എടുത്ത് അങ്ങനെ അപ്ലോഡ് ചെയ്യണത് കേട്ടോ. ആരെങ്കിലും എടുക്കുക ചെയ്താൽ പണി പാളും. എന്നാലും ഇതുവരെ 11 ദിവസം നടന്നു. അപ്പോൾ ഇതൊക്കെ ഇന്ന് പാക്ക് ചെയ്ത് അയക്കാനുള്ളതായിരുന്നു കേട്ടോ. ഇത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇത് കണ്ടമാനം പോയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. തീരെ വെയിറ്റ് ഇല്ലാത്ത ഒരു മാലയാണ്, എന്താ പറയുക, ഭയങ്കര ഭംഗിയുമാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ പാച്ചുവിനും തോമുനും കിൻഡർ ജോയ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിവൈൻ ഇപ്പോൾ പെൺകുട്ടികളുടെ കിൻഡർ ജോയ് വാങ്ങിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ അതിൽ ബാർബി ഡോളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി കുറച്ച് പെൺകുട്ടികളുടെ വാങ്ങിച്ചാൽ മതി ഇനി വാങ്ങിക്കുമ്പോൾ. കാരണം ഈ മറ്റെന്താ പറയുക സ്പൈഡർമാനും ആ മാനും ഈ മാനൊക്കെ കണ്ടു മടുത്ത്. ഇതാകുമ്പോൾ കാണുമ്പോൾ ഒരു കൗതുകമാണല്ലോ. കുട്ടി വണ്ടിയുണ്ട്, കുഞ്ഞ് ഇങ്ങനെ ഉള്ളത് എനിക്കും ഭയങ്കര ഇഷ്ടമായി.
അങ്ങനെ ദേ കുട്ടികളൊക്കെ ഊണ് കഴിഞ്ഞ് കിടന്നപ്പോൾ ഞാൻ പതുക്കെ പോയിട്ട് നമ്മുടെ തുണികൾ ഞാൻ പറഞ്ഞില്ലേ കുറേ കൊടുക്കാൻ വേണ്ടിയിട്ട് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. ഇന്ന് ശരിക്കും 3 ട്രിപ്പാണ് വാഷ് ചെയ്തത് കേട്ടോ. ഡിംപിളാണ് വാഷ് ചെയ്തത്. പക്ഷേ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ട്രിപ്പ് സെക്കൻഡ് ട്രിപ്പ് ഇങ്ങനെ ഉണങ്ങിയത് എടുത്തു കൊണ്ടുവന്ന് മടക്കി അതായത് എന്താ പറയുക ഓരോ സെക്ഷനായിട്ട് വെച്ചു. അപ്പോൾ ഞാൻ എല്ലാ ഡിവൈനോടും പറഞ്ഞിട്ടുണ്ട്, ഡോണിൻ്റെ ആയാലും ഡിവൈൻ്റെ ആയാലും കുട്ടികളുടെ ആയാലും അതുപോലെ തന്നെ ഡിംപിളിനോടും പിന്നെ എൻ്റെയും ഡാഡിയുടെയും ഒക്കെ ഉണ്ടല്ലോ എല്ലാതും. അതായത് അടുത്തൊരു സ്റ്റെപ്പ് നമ്മൾ വേറെ എടുത്തിട്ട് ഇതുവരെയുള്ള എല്ലാ സംഭവങ്ങളും നല്ലതും പിന്നെ വീട്ടിലിടണതായാലും ഒക്കെ ഞാനത് പാക്ക് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന സ്ഥാപനത്തിൽ പുതിയതോ പഴയതോ നല്ലതല്ല. നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതുണ്ടെങ്കിൽ അവിടെ തുടച്ച് കളയാനെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. പിന്നെ രോഗികൾക്ക് മുറിവ് വെച്ച് കെട്ടാനോ ഒക്കെ പറ്റും. എന്ത് തുണികളായാലും ആ ഒരു സ്ഥാപനത്തിന് അത് ഭയങ്കര ഉപകാരമായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുട്ടികളോട് പറഞ്ഞു, നല്ല ഡ്രസ്സുകൾ ഒരു വശത്ത് അല്ലാത്തത് വേറെ വശത്തൊക്കെ ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുപോകുമ്പോൾ അവിടേക്ക് ഒരു ഉപകാരമാവും എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ പേഴ്സണലി ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാറാണ് പതിവ്. ഇപ്പം ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. കാരണം ഏത് പ്രായക്കാരും അവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ അവർക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ വലിയൊരു ഉപകാരമാവും. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതിൻ്റെ ഉച്ചകാലത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മറ്റേ തുണി മടക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഉച്ച തിരിഞ്ഞു. അപ്പോൾ ഡാഡി പതുക്കെ ഉറക്കത്തിൽ നിന്ന് എണ്ണീറ്റു. അപ്പോൾ ഞാൻ ഇന്ന് ശരിക്കും പറഞ്ഞാൽ കിടന്നേയില്ല. കിടക്കല്ല, ഇരിക്കാൻ പോലും നേരം കിട്ടിയിട്ടില്ല കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, എനിക്കിങ്ങനെ എന്തെങ്കിലും ഉഷാർ വന്നു കഴിഞ്ഞാൽ എനിക്കിതിങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് നടക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ കിടന്നു കഴിഞ്ഞാൽ ശരിക്കും മടി വരും. അപ്പം ഞാൻ 2 ചപ്പാത്തി എടുത്തിട്ട് 4 ആക്കിയിട്ട് പൂരിയാക്കി ഉണ്ടാക്കിയിട്ടോ. എനിക്കിഷ്ടമാണ് ഇങ്ങനെ പൂരി വെറുതെ കടിച്ച് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ അതുണ്ടാക്കി ചായയും വെച്ച് കുട്ടികൾക്കുള്ള ചായ അങ്ങോട്ട് മാറ്റി വെച്ചു. ഞാൻ അവരൊക്കെ എണീക്കണേന് മുമ്പ് തന്നെ ഞാൻ ചന്ദനത്തിരിയും മെഴുകുതിരിയും കത്തിച്ചു. കാരണം ചാക്കോച്ചൻ ഇറങ്ങി വരുമ്പോൾ ഈ ചന്ദനത്തിരിയുടെ മണം അവനൊട്ടും പറ്റില്ല. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ പരിപാടി അങ്ങോട്ട് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം കത്തിച്ചു കേട്ടോ. ഇന്ന് കുഴപ്പമുണ്ടായില്ല. ഇന്നലെ പക്ഷേ പ്രശ്നമായിരുന്നു, കുട്ടി അപ്പോഴേക്കും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ എല്ലാവരും ടി വിയുടെ മുമ്പിലാണ്. അപ്പോൾ ചായയൊക്കെ കുടിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് അപ്പോൾ തോമും നല്ല ഉഷാറായി. അവൻ്റെ പനിയൊക്കെ ശരിക്കും വിട്ടുമാറി. ചാക്കോന് പിന്നെ ഞാൻ പറഞ്ഞില്ല എന്തൊക്കെയോ അസ്വസ്ഥതയുണ്ട്. അങ്ങനെ നമ്മൾ കുട്ടികൾ പറഞ്ഞിട്ട് ടി വി കാണുകയാണ് കേട്ടോ. നമ്മളുടെ ഡിംപിളിൻ്റെ എനിക്ക് തോന്നുന്നു മറ്റേ ഡിവൈൻ്റെ ബേബി ഷവറാണ്. അപ്പോൾ കുട്ടികൾക്ക് ചാക്കോച്ചനാണെങ്കിൽ പാച്ചുവിനാണെങ്കിൽ അപ്പയെ കാണാം, ഡിവൈൻ തോമൂനൊക്കെ ആണെങ്കിൽ അപ്പയെ അമ്മയെ കാണാം. അപ്പോൾ എനിക്കും ഇത് കാണുമ്പോൾ നല്ല കൗതുകം തോന്നി. അപ്പോൾ ഞാനും കുറച്ച് നേരം ഇരുന്ന് കണ്ടു കേട്ടോ. അപ്പോഴാണ് നമ്മളുടെയൊക്കെ മാറ്റങ്ങൾ മനസ്സിലായത്. ഭയങ്കര വ്യത്യാസമാണ് കേട്ടോ, ഓരോരുത്തർക്കും ഭയങ്കര മാറ്റമാണ്. അപ്പോൾ ഡിംപിൾ ചോദിക്കായിരുന്നു തോമുവിനോട്, നീ എവിടെയായിരുന്നു ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ റൂമിലുണ്ടായിരുന്നു, എന്നെ ഇവിടെ കാണാൻ പറ്റിയില്ല, ഞാൻ റൂമിലിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവന് അത്രയ്ക്ക് അറിയുള്ളൂ, ആ ഒരു പ്രായമല്ലേ അവന് ആയുള്ളൂ. അപ്പോൾ ഡിംപിൾ പറയായിരുന്നു നമ്മളുടെ അന്നത്തെ വീഡിയോയുടെ വ്യത്യാസങ്ങളും കുട്ടികളുടെ 2 പേരുടെയും ഫേസിൽ ഭയങ്കര മാറ്റം. ഇപ്പോൾ ശരിക്ക് ഞാൻ പറഞ്ഞ അമ്മമാരുടെ ഒരു ചായയായി ഇപ്പോൾ. അന്നൊക്കെ കളിക്കുട്ടികളുടെ മുഖമുള്ളൂ, പക്ഷേ ഇന്ന് അമ്മയുടെ ഒരു ലുക്കായി. അങ്ങനെ കുറച്ച് നേരം ഞങ്ങളിരുന്ന് കണ്ടു കേട്ടോ. അപ്പോൾ പിള്ളേർക്കും അത് ഭയങ്കര ഇഷ്ടമായി. അവരിങ്ങനെ ഓരോന്ന് കാണുമ്പോൾ ദേ മമ്മി വന്നു, ദേ അത് വന്നു, ഇത് വന്നു എന്ന് പറഞ്ഞിട്ട് അവരും ഒപ്പം കിടന്ന് ബഹളം വയ്ക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കും അത് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് ഈ സിനിമയ്ക്ക് പകരം പിന്നെ ഈ കുട്ടികൾക്ക് കാത്തു അതും ഇതൊക്കെയാണ് മെയിനായിട്ട് വെക്കുക. അതിന് പകരം നമുക്ക് ഇങ്ങനെ കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ ഒരു കൂട്ടായ്മ ഉണ്ടാവും, അല്ലെങ്കിൽ കാര്യങ്ങൾ നടക്കും. അപ്പോൾ ഞങ്ങളിതിൽ മറിയാമ്മനെ നോക്കാറുണ്ട്. കുഞ്ഞു കുട്ടി നല്ല ഭംഗിയിൽ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് മുടിയൊക്കെ ഏരി ചെറിയൊരു കുട്ടിയായിട്ടാണ് കേട്ടോ. ഇവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും മറിയാമ്മ പോയി. ഇപ്പം കുറേ പേരോട് ചോദിക്കും മറിയാമ്മ എവിടെയാണ് എന്താണെന്ന്. മറിയാമ്മേനെ ഞാൻ പിന്നെ കണ്ടിട്ടൊന്നുമില്ല, പക്ഷേ മറിയാമ്മയുടെ വിവരങ്ങളൊക്കെ ഉണ്ട്, മെസ്സേജൊക്കെ അയക്കാറുണ്ട്. മറിയാമ്മയ്ക്കൊരു മോനുണ്ട്, 1.5 വയസ്സായി അവന്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് മറിയാമ്മയുടെ കാര്യം. സന്തോഷമായിട്ട് എന്താ പറയുക, നമ്മളറിയുന്ന ഒരു ഫാമിലിയിലേക്ക് എന്നെ കൊടുത്തിരിക്കണേ. അപ്പോൾ നല്ല മിടുക്കിയായിട്ട് കുടുംബകാര്യങ്ങളൊക്കെ നോക്കി മിടുക്കിയായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ ഞങ്ങൾ ഓർക്കായിരുന്നു, ഞങ്ങളിലൊരാളായിട്ടാണ് മറിയാമ്മ ഈ വീട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ബന്ധം ഇപ്പം ഇല്ലെങ്കിൽ പോലും മനസ്സിൽ ആ സ്നേഹം എപ്പോഴും ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കാണാൻ പറ്റിയിട്ടില്ല, അത് അടുത്ത് തന്നെ ഉണ്ടാവും എന്ന് വിചാരിക്കുക. കാരണം അവരിങ്ങോട്ട് വരാൻ നിൽക്കുന്ന ദിവസം നമ്മളുണ്ടാവില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിയിട്ടില്ല നമ്മൾ പറയില്ലേ, ചില കാര്യങ്ങൾ അങ്ങനെയാണെന്ന്. അങ്ങനെ നമ്മളുടെ 1 മാസത്തിന് ശേഷം കർട്ടൻ വന്നു കേട്ടോ.
അപ്പോൾ ഞാൻ ആദ്യം ഇതിപ്പോൾ ഇടണ്ട എന്ന് വിചാരിച്ച് മാറ്റി വെച്ചേക്കായിരുന്നു. കാരണം ഡീപ്പ് ക്ലീനിങ്ങിന് ആളെ കൊണ്ടുവരണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. വെയിലങ്ങട് മാറി മഴ വരുമ്പോഴേക്കും ആ പരിപാടിയെ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കർട്ടണൊക്കെ ഇട്ടത് അടുത്ത സിനിമ വെച്ച് കുട്ടികളൊക്കെ അവിടെ വന്നിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡിവൈൻ്റെ വക മിൻറ്റ് ലൈം ഉണ്ടായിരുന്നു കേട്ടോ. ഡിവൈൻ ഇങ്ങനെ വെച്ചാൽ അങ്ങനത്തെ സംഭവങ്ങൾ അടിക്കാൻ ഭയങ്കര ഇഷ്ടമായി. ഇന്നാൾ എന്തോ ലൈം ജ്യൂസും പിന്നെ എന്തൊട്ട് ശർക്കര എന്തോ വെച്ചിട്ട് കറക്റ്റ് കരിമ്പിൻ ജ്യൂസ് പോലെ അടിച്ചു കൊണ്ടുവന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനത്തേക്ക് ഇഷ്ടം. ഡിമ്പിൾ തൊട്ടില്ല കേട്ടോ ഇങ്ങനത്തെ ഒന്നും. അങ്ങനെ ഇന്ന് ഞങ്ങൾക്ക് ദോശയും ഇഡ്ഡലിയും ചമ്മന്തിയും സാമ്പാറായിരുന്നു. അപ്പം ഞാൻ കുട്ടികളോട് പറയും ദോശമാവ് അങ്ങനെയുണ്ട്, ഇഡ്ഡലി രാവിലത്തെ എൻ്റെ ബാക്കിയുണ്ട്. അപ്പം ഞാൻ അതങ്ങടെ അവസാനിപ്പിക്കുക, സാമ്പാറും ഉണ്ട്. ഞാൻ ഒരു ചമ്മന്തി പിടിച്ച് ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ രാത്രി ഡിന്നറിന് അതാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ആ പരിപാടിയും വേഗം കഴിഞ്ഞു. കുട്ടികൾക്കും എന്താ പറയുക വേഗം കുട്ടികളും വേഗം ഫ്രീ ആയി. അങ്ങനെ വെള്ളം കുപ്പികൾ ഫുൾ കാലിയായി. നിങ്ങളുടെയൊക്കെ വീടുകളിൽ അങ്ങനെയായിരിക്കും എന്ന് വിചാരിക്കണം. വേനൽക്കാലം ആകുമ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും തണുത്ത വെള്ളമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ കാണിക്കാറില്ലേ ട്രിക്ക്, അവിടെ നിന്ന് മറ്റേ ഐസ് ബോൾസും ക്യൂബ്സൊക്കെ അതെടുത്തിട്ടാണ് കേട്ടോ ഡിവൈൻ മറ്റേ മസാലയൊക്കെ മറ്റേ ഇതുണ്ടാക്കിയത്, ലൈം ജ്യൂസ് ഉണ്ടാക്കിയത്. അങ്ങനെ ഞാൻ കുപ്പിയിൽ വെള്ളമൊക്കെ നിറച്ച് നമ്മുടെ പട്ടികൾക്കുള്ള ഭക്ഷണം കൊടുത്തപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ അവർക്കുള്ള ഫുഡ് കൊടുത്തു കേട്ടോ. നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഒരു 6:30-7 ആകുമ്പോഴേക്കും അവർക്ക് വാരി കൊടുക്കും. അതൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് നനയും കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ അകത്തേക്ക് കയറിയത്. അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ ദിവസം എനിക്ക് റെസ്റ്റ് ഉണ്ടായിട്ടില്ല എന്ന്. പക്ഷേ എനിക്ക് അങ്ങനെ റെസ്റ്റ് എടുക്കേണ്ട ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടുമില്ല കേട്ടോ. അങ്ങനെ പട്ടികളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ കിച്ചണിൽ വന്നു. ഇവിടുത്തെ ഒക്കെ ചെടികൾ ഞാനെടുത്ത് ജനലേമ വെച്ചേക്കുക. എന്തോ ഡിവൈൻ പറയുന്നുണ്ടായിരുന്നു ഒരു വാടിയ പോലെ തോന്നുന്നു എന്നുള്ളത്. സംഭവം വെള്ളം ഒഴിക്കുന്നുണ്ടെങ്കിലും എന്തോ ഒന്ന് പോലെ തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ വേഗം എടുത്ത് വെള്ളമൊക്കെ ഉണ്ട് ഒഴിച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ തോന്നുകയാണ് ഇനി ഇത് വാടി പോവോ എടുക്കുമോ എന്നൊക്കെ ഒരു തോന്നല. എന്തായാലും ഞാൻ നാളെ അതൊന്ന് പറിച്ച് നടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം വെറുതെ അതിൻ്റെ ചളിമണ്ണ് പോലെയാണ് അതിന്മേൽ കണ്ടത്. അപ്പോൾ അത് വെറുതെ കട്ടയാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ രാത്രിയായപ്പോൾ 2 നെക്ലസും കൂടി സോൾഡ് ഔട്ടായിപ്പോയി. അപ്പോൾ ഞാൻ അതും കൂടി മാറ്റി വെച്ച് അതിൻ്റെ കൂട്ടത്തിൽ വേറെയും കുറച്ച് സാധനങ്ങൾ പാക്ക് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കുട്ടികളൊക്കെ കിടന്നതിന് ശേഷം പാക്ക് ചെയ്യാമെന്ന് വെച്ചിട്ട് വെയിറ്റ് ചെയ്തു. പക്ഷേ ഇവിടെ പാച്ചുട്ടൻ അങ്ങനെ പെട്ടെന്ന് ഉറങ്ങണ ആളല്ല. കാരണം അവൾ ഉച്ചയ്ക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങൂട്ടാ. തോമൂനെയാണ് ഉച്ചയ്ക്ക് ഉറക്കാത്തത്. പാച്ചുട്ടനും ചാക്കോച്ചനും സുഖമായിട്ട് കിടന്ന് ഉറങ്ങും. അപ്പോൾ എനിക്ക് തോന്നുന്നു പാച്ചുവാൻ തോന്നുന്നുണ്ട് കൂടുതൽ ഉറങ്ങുക. സുഖമായിട്ട് ഉറങ്ങിയിട്ട് ഒരു 6:30, 7 ആകുമ്പോഴാണ് എണീക്കുക. അത് കഴിഞ്ഞ് ശരിക്കും ഒരു 12 മണിയൊക്കെ ആകുമ്പോഴേക്കും മൂപ്പര് വീണ്ടും സുഖമായിട്ട് കിടന്ന് ഉറങ്ങും. അപ്പം ഇന്നിപ്പോൾ അപ്പാപ്പൻ്റെ കൂടെയാണ് കേട്ടോ കിടന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവൻ്റെ സ്വന്തം ഞാൻ വോയിസ് ഞാൻ കട്ട് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്കറിയില്ല. അപ്പം അവന് എങ്ങനെയാണെന്ന് വെച്ചാൽ കുരിശ് വരച്ച് കിടക്കാൻ പോകുമ്പോഴാണ് അവൻ്റെ സംശയങ്ങൾ മൊത്തം വരിക. എന്താണ് കാല് പൊട്ടിയിരിക്കണേ, എന്തിനാണ് തലയിൽ മുൾമുടി വെച്ചേക്കണേ, അത് ക്രൗൺ എന്തിനാണ് വെച്ചിരിക്കണേ, പിന്നെ ഉണ്ണീശോൻ്റെ കയ്യിൽ ബോളുണ്ട്, അങ്ങനത്തെ ബോൾ പാച്ചുവിന് വേണം. അപ്പോൾ ഓച്ചു പറയും നീ ഉണ്ണീശോട് പ്രാർത്ഥിച്ചാൽ മതി, ഓച്ചിന് വേണമെന്ന് പാച്ചുവിന് വേണമെന്ന് പറഞ്ഞാൽ തരും എന്ന് പറഞ്ഞു. അങ്ങനെ എന്താ പറയുക കുറേ സംശയങ്ങളാണ്. കയ്യുമ്മ മറ്റേ ബ്ലഡ് ഉണ്ട്, തലയിൽ ബ്ലഡ് ഉണ്ട്, അതെങ്ങനെ ബ്ലഡ് വന്നേ, പിന്നെ എന്തിട്ട് അൽഫോൺസമ്മയുടെ കയ്യിലത്തെ ബുക്ക് വേണം, പിന്നെ അന്തോണി ഔസേപ്പ് പിതാവിൻ്റെ കയ്യിലത്തെ പൂ വേണം. അങ്ങനെയൊക്കെയാണ് മൂപ്പരുടെ ഡിമാൻഡായത് കേട്ടോ. പിന്നെ എന്തിട്ടാണ് ബോൾ വേണം, ഇതൊക്കെയായിരുന്നു. അങ്ങനെ കുറേ നേരം എന്താ പറയുക നടയിൽ നിന്ന് സംസാരിച്ച് അവൻ്റെ കുറച്ച് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം അവൻ കിടക്കാൻ പോയി കേട്ടോ. അപ്പം അമ്മയും മോനും അവസാനം പോയി കിടക്കണ ആൾ. കാരണം അതുവരെ പാപ്പൻ്റെ അടുത്ത് കിടന്ന് ആ വർത്താനം ഈ വർത്താനമൊക്കെ പറഞ്ഞ് കിടക്കണ നേരത്തന്നെ അവന് ഇങ്ങനത്തെയുള്ള സംസാരം കേൾക്കാനും പറയാനൊക്കെ ഇഷ്ടം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് മറ്റേ വിഷുവിൻ്റെ ആഘോഷ സെലിബ്രേഷനായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിരുന്ന് കണ്ടു. അപ്പോൾ ഈ നേരമാകുമ്പോൾ ഭയങ്കര ശാന്തതയാണ് വീട്ടിൽ. അപ്പോൾ ഈ സമയത്താണ് എന്തെങ്കിലുമൊക്കെ കാണാനും പറയാനും ഒക്കെ ഒരു അവസരം കിട്ടുന്ന സമയം കേട്ടോ. അങ്ങനെ പാച്ചുവിൻ്റെ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ തമ്പാച്ചനോട് പറഞ്ഞതിന് ശേഷം പാച്ചുവിനോട് ഞാൻ പറഞ്ഞു വേഗം പോയി കിടന്നുറങ്ങിക്കോ, കുറേ ലേറ്റായി എന്ന് പറഞ്ഞ് ദുഃഖ വെള്ളിയാഴ്ച ഞാനെല്ലാം പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞേക്കാം. കാരണം ചോദിക്കുമ്പോൾ നമ്മൾ കുട്ടികളുടെ സംശയങ്ങൾ അപ്പം നമ്മൾ തീർത്തു കൊടുക്കണം എന്നാണ് പറയുക. അപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കങ്ങനെ വ്യക്തമല്ല. പക്ഷേ നമുക്ക് ദുഃഖ വെള്ളിയാഴ്ച പള്ളിയിൽ പോയിട്ട് നഗരി അടിക്കുമ്പോഴൊക്കെ രൂപം കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ അവരുടെ അത് മനസ്സിൽ അതിൻ്റെ എന്താ പറയുക
പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലവിടെ കിടക്കും. അങ്ങനെ അമ്മയും മോനും കിടന്നുറങ്ങി. അപ്പോൾ അവൻ നേരത്തോടെ കിടന്നു. മോളിൽ നിന്ന് എനിക്ക് തോന്നുന്നു കുട്ടികൾ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. നേരത്തെ ഡിമ്പിൾ പറഞ്ഞു ചാക്കോച്ചൻ്റെ കരച്ചിൽ ചെറുതായിട്ട് കേൾക്കണമെന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ല. അപ്പോൾ ചിലപ്പോൾ വല്ല മരുന്ന് കൊടുക്കാൻ എണീറ്റതായിരിക്കാം. അങ്ങനെ എന്താ പറയുക, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. എന്നാലും ഒരു ചെറിയൊരു ഹോസ്പിറ്റൽ കേസ് അത്രയേ ഉള്ളൂ. പിന്നെ അത് ഞാൻ പറഞ്ഞില്ലേ, വലിയ ഗൗരവമുള്ള കാര്യങ്ങളല്ല. ഡോക്ടർ പറഞ്ഞു കംപ്ലീറ്റ് വൈറസും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഭംഗിയായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു. ആശുപത്രി കേസ് ഉണ്ടായാലും പേടിച്ച പോലെയൊന്നും ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം നല്ല രീതിയിൽ തന്ന ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കണം കേട്ടോ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നിങ്ങൾ കാണാത്തൊരു ഡ്രീം കളക്ഷൻസ് കാണണം. 2 മണിക്ക്, ഉച്ചയ്ക്ക് 2 മണിക്കാണ് അത് നമ്മൾ എന്താ പറയുക വീഡിയോ വരുന്നത്. അപ്പോൾ അത് കാണാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ.